കുഞ്ഞു കഥ കേട്ടുമാ. പണ്ട് പണ്ട് ഒരു നാട്ടില് ഒരു ഗ്രാമത്തില് രണ്ട് കർഷകരുണ്ടായിരുന്നു. ഒരാളുടെ പേര് രമേശൻ, ഒരാളുടെ പേര് മോഹനൻ. അപ്പോ ഇവര് എന്താണ് എപ്പോഴും പാട്ടത്തായിരുന്നു ജോലി. അപ്പോ ഇവരിങ്ങനെ ഒരു കൃഷി സ്ഥലത്തൊക്കെ പണിയെടുക്കുന്ന സമയത്ത് രണ്ടുപേരും നല്ലോണം അധ്വാനിക്കുന്ന ആൾക്കാരാണ്. രമേശനായാലും മോഹനനായാലും രണ്ടുപേരും വളരെയധികം അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളൊരിക്കല് എന്താണ് കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ രമേശന് കൂടുതലായിട്ട് എന്താണ് ഈ ഒരു ഡെയിലി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ ആ ഒരു വിത്ത് നടുന്നതായാലും അതിനെ കൃത്യസമയത്ത് വെള്ളം നൽകുന്നതായാലും അതിനെ വേണ്ട പരിചരണം കൊടുക്കുന്നതായാലും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മോഹനൻ അത്ര വേണ്ടത്ര ഒരു കെയർ അതിന് വേണ്ടി കൊടുക്കുന്നില്ല. അപ്പോ നമ്മള് സമയം കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മളെ രമേശന്റെ ആ ഒരു വിളകളൊക്കെ നല്ല വലുത് വളർന്നു വരുന്നുണ്ട്. പക്ഷെ മോഹനന്റെ ഒക്കെ ഉണങ്ങി വരണ്ട് പോവാണ്. അപ്പൊ മോഹനന് നമ്മുടെ രമേശന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ച്, അല്ലടാ നീ എന്താണ് ഒരു വളരെ എക്സ്ട്രായിട്ട് ചെയ്യുന്നത്? ഞാനും നിന്നെ പോലെ തന്നെ ഒക്കെ അല്ലേ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ മാത്രം വിളകളൊക്കെ ഇങ്ങനെ ഒരു ഇതാവുന്നത്, കുറച്ചും കൂടി നല്ല രീതിക്ക് വളർന്നു വരുന്നത്? അപ്പൊ രമേശൻ പറഞ്ഞു, എന്താണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വളരെ ഒരു ഇമ്പോർട്ടൻസ് കൂടി ചെയ്യുന്നുണ്ട്. വെള്ളം നനക്കുന്ന ആയിക്കോട്ടെ, പറയുന്ന ഒരു വിത്ത് നടുന്ന ആയിക്കോട്ടെ, അതിന് കൃത്യമായിട്ട് ഒരു സൂര്യപ്രകാശം കൊടുക്കുന്നതായിക്കോട്ടെ, അതിനെ ഈ പറയുന്ന പ്രാണികളിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നും അതിന് രക്ഷിക്കുന്നതായിക്കോട്ടെ, അതെല്ലാം ഞാൻ കൃത്യമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ മോഹനം പറഞ്ഞ്, അല്ല ഇതിനൊക്കെ എവിടെയപ്പോ എന്റെ സമയം, എനക്ക് എന്ന് പറയേണ്ടത് നമ്മളെ വീട്ടില് വൈഫിനൊപ്പം ഒരു ടൈം സ്പെൻഡ് ചെയ്യണം, റെസ്റ്റ് എടുക്കണം, അതൊരു എന്താണ് ദാറ്റ് വാസ് ഹിസ് പ്രയോറിറ്റി. അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഒരു കഥ തുടർന്നുകൊണ്ടിരുന്നത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ നാട്ടില് ഒരു വരൾച്ച ഉണ്ടാവുകയാണ്, ഒരു ഡ്രോട്ട്. നോക്കുമ്പോ പല ആൾക്കാരും കൃഷി, മോഹനന്റെ അടുക്കും പല ആൾക്കാരും കൃഷി ആകെപ്പാടെ നശിച്ചുപോയി. പക്ഷെ അതിന്റെ അടുക്ക് നമ്മുടെ രമേശന്റെ കൃഷി മാത്രം അവിടെ ബാക്കിയായിട്ട് നല്ല, ഇപ്പോഴും അത് എന്താണ് ആ ഒരു സമയത്ത് പോലും, പ്രതിസന്ധി സമയത്ത് പോലും അത് നല്ല പന്തലിച്ചാട് നിൽക്കുന്നുണ്ട്. കാരണം അതേ മാസത്തെ ഒരു സമയത്ത് കുറച്ചു കാലം മുൻപ് അവിടെ ഒരു കിണർ കുഴിച്ചായിരുന്നു. അപ്പൊ കിണറിന് എന്ത് കിട്ടുന്നുണ്ട്? വെള്ളം കിട്ടുന്നുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എന്താണ് ആ വരൾച്ചനെ എന്താണ് അതിനെ നേരിടാൻ പറ്റി. അപ്പൊ മോഹനം വന്നിട്ട് ചോദിച്ച്, അല്ല ഇതെങ്ങനെ ഇത് ശരിയാവും? ഇത് വരൾച്ച വന്നപ്പോ എല്ലാവരും കൃഷി നശിച്ചു, പക്ഷെ നിന്റെ മാത്രം അവിടെ തന്നെ ബാക്കിയായി. നീ ഒരു കിണർ കുഴിക്കുന്നതിനെ പറ്റി എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല? അപ്പൊ നമ്മുടെ രമേശൻ പറഞ്ഞ്, ഞാൻ ഈ ഒരു കാര്യം, ഈ കിണർ കുഴിക്കുന്ന ഒരു കാര്യം എന്റെ അടുത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് ഇനി ഇതൊരു എക്സ്ക്യൂസ് ആയി എടുത്തുകൊണ്ട് എന്ത് ചെയ്തില്ല, അന്ന് അതിന് വേണ്ടി പണിയെടുത്തില്ല. ഞാൻ അന്നത് എന്താണ് ഒരു പ്രയോറിറ്റി ആക്കിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കിണർ അന്ന് ഒരു പ്രതിസന്ധി പോലും ഇല്ലാത്തൊരു ഘട്ടത്തില് അതൊരു പ്രയോറിറ്റി ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കിണർ കുഴിച്ചിട്ട് ഇപ്പൊ ഒരു പ്രതിസന്ധി വന്നപ്പോ അതിന്റെ കൃഷികളെ രക്ഷിച്ചിട്ടുണ്ട്. സോ അത് കേട്ടപ്പോ എന്താണ് മോഹനന് മനസ്സിലായി, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്ത് അദ്ദേഹം ജീവിതത്തില് ഓരോ ടാസ്കിനും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കഥ അവസാനിക്കണം. അപ്പൊ ഈ ഒരു സ്റ്റോറിന്റെ മോറൽ ഏകദേശം മോറൽ സ്റ്റോറി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താണ് ഞാൻ പറഞ്ഞായിരുന്നു നല്ലത്. അപ്പോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താണ് സ്പെസിഫിക് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ എന്താ പറയാ, പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല, പഠിക്കാൻ മൂഡ് കിട്ടുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അവർക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ഇത്. നമ്മുടെ ലൈഫിൽ നമ്മൾ കുറെ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, അപ്പോ പിന്നെ ഫോൺ കളിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം നോക്കുന്നുണ്ട്, XYZ തിങ്സ്, വി ആർ ഡൂയിങ് മെനി തിങ്സ്. പക്ഷെ നമ്മൾ ഈ പഠിത്തത്തിന്റെ കാര്യം വരുമ്പോ എന്തുകൊണ്ട് ഒരു മോട്ടിവേഷൻ വേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ മോട്ടിവേഷന് വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? That all roots to a single question. WH questions one that major question. Why? Why എന്തിന്? It is all related to a purpose, a reason. ഈ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾ പറയൂ പർപ്പസ് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് നല്ലോണം പഠിക്കണോ, എനിക്ക് നല്ല ജോലി കിട്ടണോ, പറയാനോ വേറെ റീസൺ അപ്പൊ. പക്ഷെ നിങ്ങളെന്താ ആലോചിച്ച് നോക്ക്, ഇതേ റീസൺ തന്നെയല്ലേ ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും. ഒരു സ്കൂളില് 600 കുട്ടികളുണ്ട്, 599 കുട്ടികൾ ഇതേ റീസൺ തന്നെയല്ലേ പറയുന്നത്. വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് യു? വാട്ട് ഈസ് യുവർ ആക്ച്വൽ പർപ്പസ്? അവിടെയാണ് നമ്മുടെ റിയൽ പർപ്പസ്. വൈ ഡു യു വാണ്ട് ടു സ്റ്റഡി? ഞാൻ ലിറ്ററലി നിങ്ങളെടുത്ത് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്? This is not kind of trying to insult you or trying to make fun of you. പക്ഷെ ഞാൻ ലിറ്ററലി ഐ എം ലുക്കിംഗ് അറ്റ് യുവർ ഹാർട്ട് ആൻഡ് ഐ എം ആസ്കിങ് യു, വൈ ഡു യു വാണ്ട് ടു സ്റ്റഡി? Like if you don't know why you want to study, then why would you study?
നിങ്ങൾക്ക് എന്തിനാണ് പഠിക്കുന്നത് അറിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനു പഠിക്കും? അതാണ് ആ ഒരു കാര്യത്തിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സി, നമുക്കിപ്പോ എന്താണ് ട്രൂ റീസൺസ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു റീസൺ പറയുകയാണെങ്കിൽ നല്ലൊരു കരിയർ ഉണ്ടാകും, അത് ഒന്നാമത്തെ റീസൺ. പിന്നെന്താണ് ഇപ്പൊ നമ്മളെ പാരന്റ്സിന് എന്താണ് പ്രൗഡ് ആക്കും. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു പൂർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാളാണെങ്കിൽ ഷുവർലി ദാറ്റ് വുഡ് മീൻ എ ലോട്ട് ഫോർ ദ പാരന്റ്സ്. നമ്മളെ എന്താണ് ചിലപ്പോൾ ചില ആൾക്കാർ നമുക്ക് ടു പ്രൂവ് ദം റോങ്, ടു പ്രൂവ് സം പീപ്പിൾ റോങ്, ദാറ്റ് നമ്മളെ എന്താണ് കളിയാക്കിയിട്ട് അങ്ങേയറ്റം എന്ന് പറയാൻ നമ്മളെ താഴ്ത്തി എന്ന് പറയാൻ പാതാളം വരെ എത്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർ മുന്നിൽ ജയിച്ചു കാണിക്കുന്ന ഒരു വാശിയായിരിക്കും. വേറെന്താണ് ടു മേക്ക് മോർ മണി. ഈ ഒരു നല്ലോണം പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടി, നല്ല ജോലിയെല്ലാം കിട്ടി, അങ്ങനെ. അല്ലെങ്കിൽ എന്താ അഞ്ചാമത്തെ കാര്യം, ഇറ്റ് ക്യാൻ ബി പാഷൻ. പാഷൻ കൊണ്ട് പഠിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഐ ഹവ് സീൻ സം പീപ്പിൾ നോട്ട് ഫോർ എനി ഓഫ് ദീസ് ഫോർ റീസൺസ് ബട്ട് ഫോർ പ്യുവർ പാഷൻ. ആ സബ്ജക്റ്റിനോടുള്ള പാഷൻ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഞാനിപ്പോ വെറും ഒരു ജനറൽ ആയിട്ട് ഒരു 5 റീസൺ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ഇറ്റ് കുഡ് ബി സംതിങ് ഞാനിത് മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങളാരും ഒരു പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്താണെങ്കിലും വാട്ട് എവർ ബി ദ പർപ്പസ്, ഫൈൻഡ് ഇറ്റ്. ഫൈൻഡ് ദ റീസൺ വൈ യു വാണ്ട് ടു സ്റ്റഡി. ഫൈൻഡ് ദ റിയൽ റീസൺ വൈ യു ആക്ച്വലി വാണ്ട് ടു സ്റ്റഡി. ഇതിപ്പോ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു രണ്ടാമത്തെ റീസൺ എടുക്കാം. നമ്മളിപ്പോ ഒരു പൂർ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വരുന്ന സമയത്തൊരു നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വളരെ അധികം കഷ്ടപ്പെട്ടിട്ട് എന്നാൽ പൈസക്കൊക്കെ വളരെ പ്രയാസം ഉണ്ടായിട്ട് വരുന്ന പാരന്റ്സും കുട്ടികളൊക്കെ സ്റ്റുഡൻസ് ഒക്കെ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റുഡൻസിന് മൈൻഡിൽ എന്തായിരിക്കും, ഇങ്ങനെയെങ്കിലൊക്കെ എന്ന് പറയുന്നത് ഫാമിലിനെ വേറെ ലെവലിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ദിവസം പോലും വേറെ പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അവരെല്ലാവരും നെഞ്ചിൽ എന്തായിരിക്കും ചിന്ത എന്നറിയാവാ. അങ്ങനത്തെ സിറ്റുവേഷൻസിലെ പേരൻസ് ഒക്കെ നന്നായിട്ട് തന്നെ എന്താണ് എവറി സിംഗിൾ ഡേ വർക്കിംഗ് റിയലി ഹാർഡ് ദാൻ എവറിബഡി എൽസ്. കാരണം ടു മീറ്റ് ദസ് ബോത്ത് എൻഡ്സ്. കാരണം അറിയാം, ഭക്ഷണത്തിന് പോലും എന്ന് പറയേണ്ടത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന, അതിനോ പൈസക്ക് പോലും അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ചില പാരന്റ്സ് ഉണ്ട്. അപ്പോ അത് കാണുമ്പോണ്ടല്ലോ, ആ ഒരു സഫറിങ്, ആ ഒരു കഷ്ടപ്പാട് കാണുമ്പോ ആ നെഞ്ചിലെ എന്ന് പറയുന്ന തീകനല്ലേ മാറും. അത് നമ്മൾ അന്നേരം നമ്മൾ എന്താണ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അത് നമ്മൾ അവിടെ വെച്ച് നിർത്തിയിട്ട് വിൽ സ്റ്റാർട്ട് സ്റ്റഡി. കാരണം ഈ ഒരു റീസൺ, ആ ഒരു പാരന്റ്സ് കഷ്ടപ്പെടുന്നുണ്ടെന്നില്ല, ആ ഒരു റീസൺ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ നാളിക്കത്തുണ്ട്. അതായത് ഫയർ വിൽ ബി ബേണിംഗ് ഇൻസൈഡ് ഹിയർ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ന് പറയേണ്ടത് അയ്യോ എന്ന് പറയാൻ കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാം നോക്കിക്കളെ, കുറച്ചു നേരം മറ്റോട് പോയിട്ട് എന്ന് പറയേണ്ടത് സംസാരിക്കുക, അവിടെ പോയിട്ട് മീറ്റ് ചെയ്യാം. അന്നേരം അങ്ങനത്തെ ചിന്ത വരില്ല. കാരണം യു നോ വൈ യുവർ സ്റ്റഡി. ആ റീസൺ ഉണ്ടെങ്കിൽ ഈവൻ ഗോഡ് കനോട്ട് സ്റ്റോപ്പ് യു. അതന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റൈസിങ്. നമ്മൾ ആ പ്രയോറിറ്റി കണ്ടുപിടിക്കുക. ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഈ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്, ഈ യൂട്യൂബ് സീരീസ് ചെയ്യുന്നത്, NCERT സീരീസ് ചെയ്യുന്നുണ്ട്, ഈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ആക്ച്വലി എനിക്ക് ഇതിന് വേണ്ടിയിട്ട് സമയമോ സന്ദർഭമോ സാഹചര്യം ഒന്നുമില്ല ആക്ച്വലി. പക്ഷെങ്കില് എന്താണ്, ഐ സീ ഇറ്റ് ആസ് എ പ്രയോറിറ്റി. എന്റെ പ്രയോറിറ്റി എന്താ, വെറുതെ ഏതെങ്കിലും പറഞ്ഞ യൂട്യൂബ് വീഡിയോ ചെയ്യാന്നതിൽ ഉപരി എന്റെ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും, ഈ വീഡിയോ കിട്ടുന്ന ഓരോ വ്യൂസും ഓരോ ആൾക്കാരായിരിക്കും കാണുന്നത്. അവർക്ക് എക്സാമിന് ഏറ്റവും മികച്ചൊരു മാർക്ക് കിട്ടും. ദ ബെസ്റ്റ് മാർക്സ് യു കൻ എവർ റിസീവ് ഇൻ യുവർ +2 or +1 പബ്ലിക് എക്സാം. ബിക്കോസ് വെൻ ഐ സേ ഐ ലിറ്ററലി മീൻ ഇറ്റ്. വെറുതെ വെറുതെ ഒരു കാര്യം പറയാനല്ല. ഐ സേ ദാറ്റ് ഐ വാണ്ട് യു പീപ്പിൾ ടു ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ ദ ബോർഡ് എക്സാം ഓർ പബ്ലിക് എക്സാം. ഐ റിയലി മീൻ ഇറ്റ് ടു ദ ഹാർട്ട്. അത്രയും അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുന്നത് എനിക്കൊരു പ്രയോറിറ്റി. എനിക്കൊരു ഈ ഒരു യൂട്യൂബ് സീരീസ് നിർത്തേണ്ടിക്കൽ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനായിട്ട് 100 വേറെ ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. എക്സ്ക്യൂസസ് എന്ന് പോട്ടെ, 100 ജെന്യൂൻ റീസൺസ് ഉണ്ട്. ജെയ്ക്ക് വേണ്ടി പഠിക്കണം, എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിക്കണം, ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം, ബേക്കറി പോകണം. റിയലി മൈ ലൈഫ് ഇസ്, പിന്നെ പഠിക്കണം, സെൽഫ് സ്റ്റഡി നടത്താനുണ്ട്. ആൻഡ് മൈ ലൈഫ് ഇസ് ഫുൾ ഓഫ് ഷെഡ്യൂൾസ് ആൻഡ് എവറിഥിങ്. ബട്ട് സ്റ്റിൽ എവറി സിംഗിൾ ഡേ എന്ന് പറയുന്നത് ഞാൻ ഓൺ ആൻ ആവറേജ് 3 to 4 യൂട്യൂബ് വീഡിയോസ് NCERT സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വീക്കെൻഡ്സിൽ ഇങ്ങനത്തെ ടേക്ക് എ ബ്രേക്കിന്റെ മോട്ടിവേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ പ്രയോറിറ്റി ഫോർ മീ. കാരണം എന്റെ ഒരു പർപ്പസ് ഉണ്ട്. എന്റെ പർപ്പസ് എന്താണ്, ദാറ്റ് യു പീപ്പിൾ ക്യാൻ ഡു യുവർ മാക്സിമം ഇൻ ദ എക്സാം. സോ അതൊരു പ്രയോറിറ്റി ആക്കി വെക്കുന്നതുകൊണ്ടാണ് പല ദിവസങ്ങളിലും എന്താണ് എനിക്ക് ഈ ഒരു സീരീസ് ക്വിറ്റ് ചെയ്യണം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എന്താ പറയാ, എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും സെയിം റുട്ടീൻ തന്നെ യൂട്യൂബ് വീഡിയോ എടുക്കണം, ഇത് ക്യാമറയിൽ ഇങ്ങനെ എന്താണ് അഡ്ജസ്റ്റ് ആക്കി വെക്കണം, ട്രൈപോഡ് റെഡി ആക്കണം. But that kind of passion or that purpose that drives me every single day to make it again and again and again consistently with no results, it still drives me forward. So then I think that life പറയാനുള്ളത്, if it is a priority, you will find a way. Otherwise, you will find an excuse. Bye.